ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് മഹാലക്ഷ്മിയുടെ കടാക്ഷം ലഭിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ലഭിച്ചാൽ നമുക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല, എല്ലാ കാര്യത്തിലും സമ്പന്നത ഉണ്ടാകും എന്നാണ് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം. വെള്ളിയാഴ്ചകളിൽ പൂരം നക്ഷത്ര നാളിലും മഹാലക്ഷ്മിക്ക് കുങ്കുമാർച്ചന നടത്തി ശർക്കര നേദിച്ച് പ്രാർത്ഥിച്ചാൽ ആ വീട്ടിൽ സൗഭാഗ്യം കൂടി വരും. പിന്നെ ഈ മധുര വസ്തുക്കൾ മഹാലക്ഷ്മിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ആഘോഷങ്ങൾ നടക്കുന്ന അവസരത്തിൽ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് മധുരം നൽകിയാൽ അത് ലക്ഷ്മി കടാക്ഷത്തിന് ഇടയാകും. പിന്നെ വെള്ളിയാഴ്ച വൈകുന്നേരം താമര രൂപത്തിൽ ലക്ഷ്മി ദേവിയുടെ കോലമിട്ട് അതിനുമേൽ പഞ്ചമുഖ കുത്തുവിളക്ക് തെളിച്ച് ലക്ഷ്മിയെ അതിൽ ആവാഹിച്ച് താമരപ്പൂക്കളാൽ അർച്ചന നടത്തിയാൽ ഉടൻ ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകും എന്നാണ് പറയുന്നത്. പിന്നെ പാൽ, തേന്, താമര, നെൽക്കതിർ, നാണയം, ഈ 5 വസ്തുക്കളും ലക്ഷ്മിയുടെ അടയാളങ്ങളാണ്. ഇവ ദാനം നൽകിയാൽ അത് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിന് പാത്രമാകും. പിന്നെ കുഞ്ഞുങ്ങൾക്ക് പാലും ക്ഷേത്രങ്ങൾക്ക് താമരപ്പൂവും സ്ത്രീകൾക്ക് തേനും ഭിക്ഷക്കാർക്ക് നാണയങ്ങളും പക്ഷിക്ക് നെൽക്കതിരും നൽകിയാൽ ഭാഗ്യമുണ്ടാകും എന്നാണ് പറയപ്പെടുന്നത്. നടുവിൽ മഹാലക്ഷ്മിയെയും ചുറ്റിലും 8 ലക്ഷ്മികളെയും സൂചിപ്പിക്കുന്ന തരത്തിൽ 9 ദീപങ്ങൾ കൊളുത്തി പ്രാർത്ഥിച്ചാൽ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യവും നിശ്ചയമായിട്ടും ഉണ്ടാകും. ലക്ഷ്മിയുടെ രൂപമായ താമരപ്പൂക്കൾ വിരിഞ്ഞ കളത്തിന് വലം വയ്ക്കുന്നതും കുളത്തിലെ മീനുകൾക്ക് അവലും പൊരിയും നൽകുന്നതും ലക്ഷ്മി കടാക്ഷത്തിന് ഇടയാക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം കേട്ടോ.